ബഡീസ് ഇന്നത്തെ യാത്ര അട്ടപ്പാടിയിലേക്കാണ്, എന്റെ വീട്ടിലേക്ക്. അങ്ങനെ റെഡിയായി നിൽക്കുമ്പോഴാണ് ഫ്ലിപ്കാർട്ടിന്റെ ഒരു ഓർഡർ വന്നത്. ഇതിന്റെ ഫുൾ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ഇടുന്നതായിരിക്കും കേട്ടോ. അട്ടപ്പാടിയിലേക്ക് 107 കിലോമീറ്ററും 3 മണിക്കൂർ 15 മിനിറ്റും ഉണ്ട്. അങ്ങനെ പൊരും വെയിലത്ത് വെയിലും കൊണ്ട് യാത്രയായി. ചൂട് കാരണം ഞാൻ കുടിച്ചത് മോരും വെള്ളം കേട്ടോ. ഒന്നും കഴിക്കാൻ നിന്നില്ല. എന്താന്ന് വെച്ചാൽ നമ്മൾ ദൂരെ നിന്ന് വീട്ടിലേക്ക് പോകുമ്പോൾ നമ്മുടെ അമ്മമാർ നമുക്ക് ഇഷ്ടമുള്ളതും കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും വെക്കും. സത്യമല്ലേ ബഡീസ്? അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒന്നും കഴിക്കാതെ ഇറങ്ങിയ കേട്ടോ. പിന്നീട് കുടിച്ചത് ഒരു ഇളനീർ ജ്യൂസ്. എന്നിട്ട് ഹെഡ്സെറ്റിൽ പാട്ടും വെച്ച് യാത്രയായി. അങ്ങനെ മണ്ണാർക്കാട് ഇന്നെങ്കിലും കൈവീശി പോവാതെ ഞാൻ മാറ്റി വെച്ച പൈസയിൽ നിന്ന് അമ്മയ്ക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങിച്ചു പോകാൻ വിചാരിച്ചു. അമ്മയ്ക്ക് ഒരു സമ്മാനം. അമ്മ കുറെ നാളായിട്ട് വാങ്ങിക്കണമെന്ന് വിചാരിക്കുന്ന ഒരു ഐറ്റമാണിത്. വേറെ ഒന്നുമല്ല, കറണ്ട് അടുപ്പാണ്. അങ്ങനെ അട്ടപ്പാടി റൂട്ടിലൂടെ ഒരു ഓഫ് റോഡ് യാത്ര. പലയിടങ്ങളിൽ മാത്രമേ നല്ല റോഡുള്ളൂ കേട്ടോ. റോഡിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന്റെ പൊടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര അസ്വസ്ഥത. അങ്ങനെ അട്ടപ്പാടി ചുരം റൂട്ടിൽ കയറിയിട്ടോ. ഈ അടുത്തായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്പോട്ട് കാണിച്ചു കേട്ടോ. ഒരു മുത്തശ്ശിയുടെ പടവും തൊട്ടടുത്ത് എമ്പത്ത് അട്ടപ്പാടിയും എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് കാണാത്തവരാരും ഉണ്ടാവില്ല. പക്ഷെ ഇതിൽ എനിക്ക് സങ്കടകരമായിട്ടുള്ള ഒരു വിഷയമുണ്ട്. അട്ടപ്പാടിയിലെ ട്രൈബലിൽ തന്നെ 3 വിഭാഗങ്ങൾ. ഇരുള, മുടുക, കുറുമ്പ എന്നിങ്ങനെയാണ് 3 വിഭാഗങ്ങൾ. അതിൽ ഒരു വിഭാഗത്തിന്റെ ലാംഗ്വേജ് മാത്രമേ ഇതിൽ എഴുതിയിട്ടുള്ളൂ. ഞങ്ങൾക്ക് ലിപിയില്ലാത്ത ഭാഷയാണ് കേട്ടോ. പക്ഷെ മലയാളത്തിൽ എഴുതാം. ആ ചുമർ ചിത്രത്തിൽ ഇരുള ലാംഗ്വേജ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ബാക്കി 2 വിഭാഗക്കാരുടെ ലാംഗ്വേജും ഉൾപ്പെടുത്താമായിരുന്നു. കയ്യിൽ നിന്ന് കുറച്ച് സ്നാക്സും വാങ്ങിച്ചു. അങ്ങനെ വീട്ടിലെത്തിയിട്ടോ. ബഡീസ്, ഇതാണ് എന്റെ വീട്. വീട്ടിലെത്തിയതും എനിക്ക് കിട്ടിയത് എന്റെ ഫേവറേറ്റ് ആയ കട്ടൻ കാപ്പി. ഇനി നമുക്ക് ഇൻഡക്ഷൻ തുറന്നു നോക്കിയാലോ? ആരും വീഡിയോ എടുക്കാൻ സമ്മതിച്ചില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ അവരുടെ റിയാക്ഷനും സന്തോഷവും കാണിക്കാൻ പറ്റിയില്ല. വീഡിയോ എടുക്കുന്നത് അവർക്ക് ഇഷ്ടമൊന്നും അല്ല കേട്ടോ. ബഡീസ്, ഇത് നമ്മുടെ ചെറുപ്പത്തിൽ നമ്മൾ ചെയ്തിരുന്നതല്ലേ. ചേച്ചിയുടെ മകളും ഏട്ടന്റെ മക്കളും ആണത്. സ്കൂൾ അവധി കാരണം എന്റെ വിശേഷങ്ങൾ ചോദിക്കാൻ വന്നിരിക്കും. അങ്ങനെ എന്റെ ബ്ലോഗിന്റെ കാര്യങ്ങളും പറഞ്ഞ് കുറച്ചു നേരം ചിരിച്ചിരുന്നു. ഇൻഡക്ഷൻ വാങ്ങിയതിന്റെ മെയിൻ കാരണം ഇത് തന്നെയാണ് കേട്ടോ. ഗ്യാസിനൊക്കെ എന്താ വില? ഗ്യാസ് നിറച്ചിട്ട് ദിവസങ്ങളായി. അമ്മ എന്നും സാധാ അടുപ്പിൽ തന്നെയാണ് ഫുഡ് വെക്കാറ്. അങ്ങനെ അമ്മ എനിക്ക് ചോറ് വിളമ്പി തന്നു. തറയിൽ ഒരു പായയും വിരിച്ചിരുന്നു. എന്നിട്ട് ഭക്ഷണം ഇങ്ങനെ ആസ്വദിച്ച് കഴിച്ചിട്ടോ. ഇന്നും ഹോട്ടലിൽ കഴിച്ചിരുന്ന എനിക്ക് അമ്മയുടെ ഭക്ഷണം കഴിക്കുമ്പോൾ വല്ലാത്തൊരു രുചി. അതും കഴിഞ്ഞ് ടിവിയിൽ കുറച്ചു നേരം സിനിമ കണ്ടിരുന്നു. ഉറക്കം വന്നപ്പോൾ റൂമിൽ പോയിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങി.